ഇനി അടുത്തത് 9ാമത്തെ പ്രോബ്ലം ആണ്. ഇവാലുവേറ്റ് ഇന്റഗ്രൽ -1 to 0 ഇന്റഗ്രൽ 2 to 6 dx dy. ഇവിടെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഒന്നും തന്നിട്ടില്ല. ഇവിടെ നമ്മൾ 1 ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ 1 ആയിട്ട് ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ -1 to 0 ഇന്റഗ്രൽ, പിന്നെ എക്സ് വെച്ചിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 1ന്റെ ഇന്റഗ്രേഷൻ എന്താണ്? എക്സ് ആണ്. ലിമിറ്റ് 2 to 6 dy. ഇത് നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. അപ്പൊ എന്നിട്ടും -1 to 0 അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് 6 - 2 dy. 6 - 2 എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണ്. അപ്പൊ ഇന്റഗ്രേഷൻ ഓഫ് -1 to 0 4 dy. ഇനി നമ്മൾ 4നെ y വെച്ചിട്ട് ഇന്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് 4y കിട്ടും. -1 to 0. ഇത് നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. അപ്പൊ 4 ഇൻറ്റു അപ്പർ ലിമിറ്റ് 0 മൈനസ് -1 സീക്വൽ ടു മൈനസ് ഇൻറ്റു -1 +1 ആണ്. 1 into 4 എന്ന് പറയുന്നത് 4 ആണ് ഇതിന്റെ ആൻസർ. ഡി ഓപ്ഷൻ ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. ഇനി 10ാമത്തെ പ്രോബ്ലം ആണ്. ഇവാലുവേറ്റ് ഇന്റഗ്രൽ 4 to 6 ഇന്റഗ്രൽ -4 to 7 dy dx. ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ പോലെ തന്നെ ഇവിടെ 1 ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പൊ ആദ്യം y വെച്ചിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പൊ എന്നിട്ടും 4 to 6 y വെച്ചിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ y ആയിരിക്കും -4 to 7 dx. അപ്പോ 4 to 6 അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. അപ്പർ ലിമിറ്റ് 7 ആണ്. 7 - -4 dx. അപ്പോ മൈനസ് ഇൻറ്റു മൈനസ് എന്തായി മാറി? പ്ലസ് ആയി. അപ്പോ ഈ 7 + 4 11 ആയി. അപ്പോ ഇന്റഗ്രൽ 4 to 6 11 dx. 11 നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 11x ലിമിറ്റ് 4 to 6. അപ്പൊ 11 ഇൻറ്റു നമുക്ക് എന്താണ്? 6 - 4 = 2 ആണ്. അപ്പോ 11 ഇൻറ്റു 2 = 22. ഇതാണ് ഇതിന്റെ ആൻസർ. അപ്പോ ഓപ്ഷൻ ബി ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. ഇനി നമ്മൾ 11ാമത്തെ പ്രോബ്ലം ആണ് ചെയ്യുന്നത്. ഇവാലുവേറ്റ് ഇന്റഗ്രൽ 0 to 2 0 to 1 x divided by xy plus 1 whole square dy dx. ഓപ്ഷൻ ln3 log 3, b -ln3, c 2 - ln3, d 2 + ln3. ഇത് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോവാം. അപ്പൊ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ y വെച്ചിട്ടാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. അതിനകത്ത് y എവിടെയാണുള്ളത്? ഇവിടെ xy plus 1 whole squareനകത്തുള്ളത്. അതിനെ മാത്രം നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. അപ്പൊ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ സ്ക്വയർ ആയതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ മേലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ അതിനെ മാറ്റി എഴുതുമ്പോൾ 0 to 2 0 to 1 x അതേപോലെ തന്നെ xy plus 1 all raised to -2 dy dx അല്ലെ. അതായത് 1/x² നമ്മൾ മേലേക്ക് പോകുമ്പോൾ x raised to -2 ആയിരിക്കും. ആ പ്രോപ്പർട്ടി വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇവിടെ x raised to n അല്ലെ. ഇന്റഗ്രേഷൻ ഓഫ് x raised to n dx ആണെങ്കിൽ എന്തായിരിക്കും? x raised to n+1 divided by n+1 അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 0 to 2 x അതേപോലെ തന്നെ നമുക്ക് എന്നിട്ടും xy plus 1 all raised to -2 ആണ്. -2 + 1 n+1. അപ്പൊ -2 + 1 എന്നുള്ളതായിരിക്കും -1 ഡിവൈഡ് ബൈ -1. കൂടാതെ ഇവിടെ വെറും x എന്നുള്ള ഫംഗ്ഷൻ അല്ല. എക്സിനെ നമ്മൾ ഇവിടെ y എന്നുള്ള മാത്രം ഫംഗ്ഷൻ അല്ല. ഇവിടെ y നെ നമ്മൾ x വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇത് ചെയ്യണം x ആ മൾട്ടിപ്ലൈ സംഭവം വെച്ചിട്ട് ഇവിടെ ഡിവൈഡ് ചെയ്യണം. അപ്പൊ x 0 to 1 dx. ഈ എക്സും ഈ എക്സും എന്തായിരിക്കും? കട്ടായി പോകും. അപ്പൊ ഒന്നും കൂടി മാറ്റി ചെയ്താൽ 0 to 2 ഈ താഴെയുള്ള മൈനസ് മേലേക്ക് പോവാണ്. അപ്പൊ 1/xy plus 1 all raised to 1 ആണ് വരിക. 1 നമ്മൾ എഴുതുന്നില്ല. 0 to 1 dx. ഇനി നമുക്ക് ഇതിന്റെ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. അപ്പൊ ഇവിടെ ഒരു മൈനസ് ഉണ്ട്. ആ മൈനസ് ഞാൻ എടുത്ത് പുറത്തേക്ക് ഇട്ടു. ഇന്റഗ്രൽ 0 to 2. ഇത് നമ്മള് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. ആദ്യം നമ്മൾ yക്ക് 1 കൊടുക്കുക. അപ്പൊ 1 ഡിവൈഡ് ബൈ x into 1 എന്ന് പറഞ്ഞാൽ x plus 1 മൈനസ് ഇനി yക്ക് നമ്മൾ 0 കൊടുക്കുകയാണ്. 0 into x എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. അപ്പൊ 1/1 എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 തന്നെ. 1 dx. ഇനി നമ്മൾ x വെച്ചിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പോ നമുക്കറിയാം ഇവിടെ എന്താണ്? x plus 1 all raised to 1 ആണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇന്റഗ്രേഷൻ ഓഫ് 1/x dx എന്ന് പറയുന്നത് എന്താണ്? ln x ആണ്. ലോഗ് x ആണ് കേട്ടോ. x² ആണെങ്കിൽ നമ്മൾ മേലേക്ക് കൊണ്ട് പോയി ചെയ്യേണ്ടത്. പക്ഷെ x raised to 1 ആയതുകൊണ്ടാണ് നമ്മൾ ഡയറക്റ്റ് ലോഗ് x എന്ന് എഴുതുന്നത്. അതേപോലെ തന്നെ x plus 1 all raised to 1 ആണ് ഇവിടെ ഉള്ളത്.
ഓക്കെ, അപ്പോ മൈനസ് ഇതിന് നമുക്ക് എഴുതാൻ പറ്റും ln എക്സ് പ്ലസ് 1 മൈനസ് 1 ഇന്റഗ്രേഷൻ എന്നാണ് എക്സ് ഇതിന്റെ ലിമിറ്റ് 0 to 2. ഇത് നമ്മൾ എക്സിന്റെ സ്ഥാനത്തൊക്കെ 2 കൊടുക്കുക, 0 കൊടുക്കുക. അപ്പൊ മൈനസ് ln 2 പ്ലസ് 1 എന്ന് പറയുന്നത് എന്താണ് 3 മൈനസ് 2 മൈനസ് ഇനി അടുത്ത എക്സിന് 0 കൊടുക്കുക. അപ്പൊ എന്നിട്ടും ln 1 0 പ്ലസ് 1 എന്ന് പറയുന്നത് 1 മൈനസ് 0 കൊടുക്കുക. അപ്പൊ എക്സിന് 0 കൊടുത്തത് 0 ആയി. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ln 3 മൈനസ് 2 മൈനസ് അല്ലെ ln 1 എന്ന് പറയുന്നത് ലോഗ് 1 എന്ന് പറയുന്നതാണ് 0 ആണ്. അപ്പൊ ഇത് 0 ആയിപ്പോയി, ഇത് 0 ആയിപ്പോയി. അപ്പൊ അത് മൊത്തം 0 ആയിപ്പോയി. അപ്പൊ ഇങ്ങനെ കിട്ടി. ഇത് നമ്മൾ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ കൂടെ മൈനസ് ln 3 മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആയി. അപ്പൊ നമുക്ക് എന്താ 2 മൈനസ് ln 3 ഇതായിരിക്കും ഇതിന്റെ ആൻസർ. 2C ആണ് ഇതിന്റെ കറക്റ്റ് ഓപ്ഷൻ. ഇനി നമ്മുടെ 12ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇവാലുവേറ്റ് ഇന്റഗ്രൽ 3 to 5 ഇന്റഗ്രൽ 1 to 2 1 by x plus y all square dy dx. ഓപ്ഷൻ തന്നിരിക്കുന്നത് ln 15/14, b ln 14/15, c ln 15, d ln 14 അല്ലെ. ഇവിടെ എന്താണ് 1 by x plus y all square ആണല്ലോ, അതിനെ നമ്മൾ എന്ത് ചെയ്യണം, മേലേക്ക് കൊണ്ടുപോകണം. ആദ്യം അതിനെ മാറ്റി എഴുതും. അപ്പൊ ഇന്റഗ്രൽ 3 to 5 ഇന്റഗ്രൽ 1 to 2 എന്നിട്ട് എക്സ് പ്ലസ് വൈ ഓൾ റേസ് ടു മൈനസ് 2 dy dx. ഇത് നമ്മൾ ഇതിനെ y വെച്ചിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പോ 3 to 5 അല്ലെ. അപ്പൊ എന്ത് കിട്ടും, എക്സ് റേഷ്യോ n ആകുമ്പോൾ എക്സ് റേഷ്യോ n പ്ലസ് 1 ഡിവൈഡ് ബൈ n പ്ലസ് 1. അപ്പൊ എക്സ് പ്ലസ് വൈ ഓൾ റേഷ്യോ മൈനസ് 2 പ്ലസ് 1 എന്ന് പറയുന്നതായിരിക്കും മൈനസ് 1 ഡിവൈഡ് ബൈ മൈനസ് 1. ഇവിടെ y വെച്ചിട്ടാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്, വൈന്റെ കൂടെ ഒന്നുമില്ല. അപ്പോ നമ്മളൊന്നും എഴുതേണ്ട കാര്യമില്ല. 1 to 2 dx. ഇനി നമ്മൾ ഒന്നും കൂടി മാറ്റി എഴുതാണ്. 3 to 5 മൈനസ് 1 ഡിവൈഡ് ബൈ എക്സ് പ്ലസ് വൈ ലിമിറ്റ് 1 to 2 dx. നമ്മൾ ലിമിറ്റ് കൊടുക്കുക നേരത്തെ പോലെ തന്നെ. മൈനസ് ഇന്റഗ്രൽ 3 to 5 ആദ്യം നമ്മൾ അപ്പർ ലിമിറ്റ് 2 കൊടുക്കുക. അപ്പോൾ 1 ബൈ എക്സ് പ്ലസ് 2 മൈനസ് 1 ഡിവൈഡ് ബൈ എക്സ് പ്ലസ് 1 dx. നമ്മൾ എക്സ് വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇവിടെ എക്സ് പ്ലസ് 2 ഓൾ റേഷ്യോ 1 ആണ്, പവർ ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ലോഗ് എടുക്കാം. അപ്പൊ മൈനസ് ln എക്സ് പ്ലസ് 2 മൈനസ് ln എക്സ് പ്ലസ് 1 3 to 5. നമ്മൾ ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കുക. എല്ലാത്തിനും അപ്പർ ലിമിറ്റ് കൊടുക്കും. മൈനസ് ln 5 കൊടുക്കുമ്പോൾ 5 പ്ലസ് 2 എന്ന് പറഞ്ഞാൽ 7 മൈനസ് ln 5 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 6 മൈനസ് ഇനി ലോവർ ലിമിറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ ln 3 പ്ലസ് 2 എന്ന് പറഞ്ഞാൽ 5 മൈനസ് ln 3 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 4. ഇനി അടുത്ത് മൈനസ്, ഇവിടെ ഒരു മൈനസ് ഈ ബ്രാക്കറ്റ് നമ്മൾ ഒഴിവാക്കണം. അപ്പൊ ln 7 മൈനസ് ln 6 മൈനസ് ln 5 പ്ലസ് ln 4. അപ്പൊ അങ്ങനെ വരുമ്പോ ഇനി ഈ മൈനസും കൂടി നമ്മൾ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ln 7 പ്ലസ് ln 6 പ്ലസ് ln 5 മൈനസ് ln 4. ഓക്കെ, ഇനി നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാല് ലോഗ് അല്ലെ. ln എന്ന് പറഞ്ഞാൽ ലോഗാണ്. ലോഗ് a ഇൻറ്റു ബി ഇസ് ഈക്വൽ ടു ലോഗ് എ പ്ലസ് ലോഗ് ബി എന്നാണ് അല്ലെ. അപ്പൊ ഇവിടെ പ്ലസ് വന്നിരിക്കുന്നത് ഇതൊക്കെയാണ്, ഇത് രണ്ടുമാണ്. അപ്പൊ ln a എന്ന് പറഞ്ഞാൽ 6 ആണ്, ബി എന്ന് പറഞ്ഞാൽ 5 ആണ്. അപ്പൊ a ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ ലോഗ് 30 അല്ലെ. ഇനി അടുത്ത ഇത് രണ്ടും കൂടി ആഡ് ചെയ്യാം. മൈനസ് എന്താണ് ലോഗ് 7 മൈനസ് ലോഗ് 4 ആണ്. അപ്പൊ രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്താല് 7 28 ലോഗ് ln 28. ഇനി ഒന്നും കൂടി ഉണ്ട്, ലോഗ് എ മൈനസ് ലോഗ് ബി ഇസ് ഈക്വൽ ടു ലോഗ് എ ബൈ ബി എന്നാണ്. അപ്പൊ ദാറ്റ് ഇസ് ഈക്വൽ ടു ln 30/28. അപ്പൊ ഇതിനെ രണ്ടിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് കിട്ടുന്ന ln
15 divided by 14. അപ്പോൾ ഇതാണ് ഇതിന്റെ ഓപ്ഷൻ ലോഗ് 15/14. അത് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത 13ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇവാലുവേറ്റ് ദ ഡബിൾ ഇന്റഗ്രൽ ഓവർ ദ റെക്ടാംഗുലർ റീജിയൻ ആർ. ഡബിൾ ഇന്റഗ്രൽ ഇവിടെ ആർ എന്നുള്ള റീജിയൻ കാണിക്കുന്നുണ്ട്. 4x(y)³ dA ആർ എന്ന് പറയുന്നത് എന്താ? x, y -1 less than or equal to x less than or equal to 1 -3 less than or equal to y less than or equal to 3. ഇവിടെ എന്താണ് ഈ ഒരു നൊട്ടേഷൻ ആണ് കാണിക്കുന്നത്. അതെന്താണ്? ഇതാണ് എക്സിന്റെ ലിമിറ്റ് തന്നിരിക്കുന്നത്, ഇതാണ് വൈയുടെ ലിമിറ്റ്. എക്സിന്റെ അപ്പർ ലിമിറ്റ് 1 ആണ്, ലോവർ ലിമിറ്റ് -1 ആണ്. വൈയുടെ അപ്പർ ലിമിറ്റ് 3 ആണ്, ലോവർ ലിമിറ്റ് -3 ആണ്. അത്ര മാത്രമേ ഉള്ളൂ. ഇനി നമ്മളിവിടെ ഡി എ എന്ന് പറയുന്നത്, ഡി എ എന്ന് പറയുന്നത് എന്താ? ഏരിയ ആണ് ഡി എ, ചെറിയൊരു ഏരിയ. ഡി എനെ നമുക്ക് ഡി എക്സ് ഇൻറ്റു ഡി വൈ എന്ന് എഴുതാം. ഡി എനെ തന്നെ നമുക്ക് എന്ത് ചെയ്താൻ പറ്റും? ഡി വൈ ഇൻറ്റു ഡി എക്സ് എന്നും എഴുതാം. മനസ്സിലായോ? അപ്പൊ ഏത് എഴുതിയാലും കുഴപ്പമില്ല. അപ്പൊ ഒന്നാമത്തത് നമ്മൾ ആദ്യം എഴുതുകയാണ് ഡബിൾ ഇന്റഗ്രൽ 4x(y)³ dx ഇൻറ്റു ഡി വൈ. ആദ്യം നമ്മൾ ഡി എക്സ് ആണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ എക്സിന്റെ ലിമിറ്റ് ആണ് ആദ്യം കൊടുക്കണം, -1 to 1. അപ്പൊ -1 to 1. ഇനി അടുത്ത വൈയുടെ ലിമിറ്റ് -3 to 3. ഇത്ര എഴുതി കഴിഞ്ഞാൽ പിന്നെ സാധാരണ ഇന്റഗ്രേഷൻ തന്നെ. ആദ്യം എക്സ് വെച്ചിട്ടാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ -3 to 3 4y³ കോൺസ്റ്റന്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഇനി എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ എന്തായിരിക്കും? x⁻²² ലിമിറ്റ് -1 to 1 dy. ഇവിടെ 4ഉം 2 തമ്മിൽ കട്ടായിട്ട് ഇവിടെ 2 കിട്ടും. അങ്ങനെയാണ് -3 to 3 2y³ x² -1 to 1 dy. ഇനി നമ്മൾ എക്സിന് ലിമിറ്റ് കൊടുക്കുകയാണ്, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. അങ്ങനെയാണെങ്കിൽ ഇന്റഗ്രേഷൻ -3 to 3 2y³ പിന്നെ എന്തായിരിക്കും? 1² മൈനസ് ലോവർ ലിമിറ്റ് ആണ് -1² dy. അപ്പോ -3 to 3 2y³. 1ന്റെ സ്ക്വയർ 1 തന്നെയാണ്. -1² എന്ന് പറയുന്നതാണ് +1 ആണ് അല്ലെ. ഇവിടെ ഇവൺ ആണെങ്കിൽ എന്തായിരിക്കും? +1 ആയിരിക്കും. അവിടെ -1³ ആണെങ്കിൽ എന്തായിരിക്കും? -1 ആണ്. ഇവിടെ പവർ ഓഡ് ആണെങ്കിൽ മൈനസ് ആയിരിക്കും കേട്ടോ. ഇവിടെ പവർ ഇവൺ ആണെങ്കിൽ അത് പ്ലസ് ആയിരിക്കും. അത് നിങ്ങൾ ഓർത്ത് വെക്കുക. അങ്ങനെയാണെങ്കിൽ -1² എന്തായിരിക്കും? +1 ആയിരിക്കും. അപ്പൊ ഇത് dy ആയിരിക്കും. ഇനി നമ്മൾ 1 - 1 എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. 0 × 2y³ എന്ന് പറയുന്നതായിരിക്കും 0 ആയിരിക്കും. അപ്പൊ -3 to 3 0 dy. അപ്പൊ 0 ഇന്റഗ്രേറ്റ് ചെയ്താൽ റിസൾട്ട് എന്തായിരിക്കും? 0 തന്നെയായിരിക്കും. അപ്പൊ ഓപ്ഷൻ എ ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. ഇനി അടുത്തത് 14ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇവാലുവേറ്റ് ദ ഡബിൾ ഇന്റഗ്രൽ ഓവർ ദ റെക്ടാംഗുലർ റീജിയൻ ആർ. ഡബിൾ ഇന്റഗ്രൽ ആർ x√1 - x² dA r x, y 0 less than x less than 1 y 2 less than or equal to y less than or equal to 3. x ന്റെ ലിമിറ്റ് 0 to 1 ഉം y യുടെ ലിമിറ്റ് 2 to 3 ഉം. അപ്പോ ഡബിൾ ഇന്റഗ്രൽ x√1 - x² ഇൻറ്റു dA. ഞാനിപ്പോ dy dx എന്നാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം y യുടെ ലിമിറ്റ് ആണ് 2 to 3. എക്സിന്റെ ലിമിറ്റ് 0 to 1. y വെച്ചിട്ട് ഇന്റഗ്രേറ്റ്. ഇവിടെ ഒന്നും y യുടെ ടേം ഇല്ല. ഇത് മൊത്തം എന്താണ്? കോൺസ്റ്റന്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോ 0 to 1 x√1 - x² ഇൻറ്റു y 2 to 3 dx അല്ലെ. ഇനി വൈക്ക് നമ്മൾ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. വൈക്ക് 3 കൊടുക്കുമ്പോൾ 3 - 2 3 - 2 എന്ന് പറഞ്ഞാൽ എന്താ? 1 ആണ്. അപ്പൊ എന്ത് കിട്ടും? 0 to 1 x√1 - x² ഇൻറ്റു dx. മനസ്സിലായോ? 3 കൊടുക്കുമ്പോൾ 3 - 2 = 1 ആയിരിക്കും. അപ്പൊ ഇങ്ങനെ. ഇനി നമ്മൾ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പൊ ഇവിടെ x ഉണ്ട്, ഇവിടെ എന്താണ്? √1 - x² ഉണ്ട്. അപ്പൊ നമ്മളിവിടെ സാധാരണ ഇന്റഗ്രേഷൻ ഉപയോഗിക്കാൻ പാടില്ല. ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോ ഇവിടെ എന്താണ്? x² ഉണ്ട്. അതിന്റെ ഡിഫറൻസിയേഷൻ എന്താണ്? 2x ആണ്. ഇവിടെ x മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇതിനെ നമ്മൾ u ആയിട്ട് കൺസിഡർ ചെയ്യണം. അപ്പൊ u = 1 - x². അപ്പൊ
യുവിനെ നമ്മൾ എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. 1ന്റെ 0 ആണ് -2x അല്ലെ. ഇവിടെ എക്സ് ഉണ്ട് ഡി എക്സ് ഉണ്ട്. ഇവിടെ എക്സ് ഉണ്ട്, ഇവിടെ എന്താണ് ഡി എക്സ് ഉണ്ട്. അതപ്പോ അങ്ങോട്ട് പോകണം. അപ്പൊ du/-2 x dx. അപ്പൊ ഇവിടെയുള്ള എന്താണോ ആ ഫോമിലേക്ക് നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ ഇന്റഗ്രൽ അല്ലെ, ഇതിന് റൂട്ട് യു നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. റൂട്ട് യു. പിന്നെ എക്സ് ഡി എക്സിനെ നമുക്ക് എന്ത് ചെയ്താൻ പറ്റും? എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാല് -du/2 ആണ്. -du/2. അപ്പൊ എന്ത് കിട്ടും? -1/2 ഇൻറ്റു ഇന്റഗ്രേഷൻ ഓഫ് റൂട്ട് യു ഡി യു. ഇനി നമ്മൾ യുവിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. യു എന്ന് റൂട്ട് യു എന്ന് പറഞ്ഞാൽ u⁻1/2 ആണ് അല്ലെ. അപ്പൊ -1/2 ഇൻറ്റു ഇന്റഗ്രൽ u⁻1/2 du. എന്താണ് 1/2? u⁻n. u⁻n+1 / n+1. അപ്പൊ നമുക്ക് കിട്ടും -1/2 ഇൻറ്റു u⁻1/2 + 1. എന്താണ് 1/2 + 1 എന്ന് പറയുന്നത്? എന്താണ്? അപ്പൊ നമ്മൾ ഇവിടെ 2 ഉണ്ടാവും, ഇവിടെ 1 ഉണ്ടാവും. അപ്പൊ എന്താ എൽസിയം എടുത്തു കഴിഞ്ഞാൽ 2 × 1 തന്നെ 2 തന്നെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 1 × 1 1, 2 × 1 2. അപ്പോ 1 + 2 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? 3/2 ആണ്. അപ്പൊ നമുക്ക് കിട്ടും u⁻3/2 / 3/2. ഇനി നമ്മള് യുവിനെ നമ്മൾ മാറ്റി എഴുതണം. യു എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? u = 1 - x² ആണ്. അപ്പൊ ഇവിടെ 2ഉം 2ഉം കട്ടായി പോകും. അപ്പൊ മൈനസ് കിട്ടും. യുവിന് വരാം 1 - x² / 3/2 ഡിവൈഡഡ് ബൈ എന്തായിരിക്കും? 3 ആയിരിക്കും. ലിമിറ്റ് എന്തായിരുന്നു? 0 to 1. അപ്പൊ ആദ്യം നമ്മള് 1 കൊടുക്കും. അപ്പൊ -1/3 അവിടെ കിടന്നോട്ടെ. അപ്പോ 1 കൊടുത്തു കഴിഞ്ഞാൽ 1 - 1 എന്തായി മാറും? 0 ആയിട്ട് മാറും. 1² എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പൊ 1 - 1 എന്ന് പറയുമ്പോഴേക്കും 0. ഇനി അടുത്ത് നമ്മൾ 0 എടുത്ത് 1 - 0 / 3/2. അപ്പൊ 1 - 0 എന്ന് പറഞ്ഞാൽ 1. 1 / 3/2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1 തന്നെയാണ്. അപ്പൊ നമുക്ക് ഇത് കിട്ടി. അപ്പൊ 0 - 1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? -1 ആണ്. -1 × -1/3 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1/3. ഇതായിരിക്കും ഇതിന്റെ ആൻസർ. അപ്പൊ ബി ആണ് ഇതിന്റെ കറക്റ്റ് ഓപ്ഷൻ. ഇനി 15ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇവാലുവേറ്റ് ഇന്റഗ്രൽ 1 to a 1 to b dy dx divided by x y. ഇവിടെ ഓപ്ഷൻ log a - log b, b log a plus log b, c log a into log b, d log a divided by log b അല്ലെ. ഇതിനകത്ത് നമ്മൾ ചെയ്യാൻ പോവാം ആൻസർ. അപ്പൊ ഇതിന് നമ്മൾ എങ്ങനെ എഴുതാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഡബിൾ ഇന്റഗ്രൽ 1 to a 1 to b 1/xy into dy dx. ഇവിടെ വൈയുടെ ലിമിറ്റ് 1 to b ആണ്, എക്സിന്റെ ലിമിറ്റ് 1 to a ആണ് അല്ലെ. ആദ്യം നമ്മൾ y വെച്ചിട്ടാണ് ഡയറക്റ്റ് ചെയ്തത്. അപ്പൊ y ഇവിടെയാണുള്ളത് അല്ലെ. അപ്പൊ 1/x ഇതിന് നമ്മൾ ഒന്നും കൂടി മാറ്റി എഴുതുമ്പോൾ ഇങ്ങനെ വരും. 1 to a 1 to b 1/x into 1/y dy dx എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇത് നമ്മൾ y വെച്ചിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുക. 1/y നമുക്കറിയാവുന്നതാണ് log y. അപ്പൊ ഇന്റഗ്രൽ 1 to a 1/x ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ എന്തായിരിക്കും? log y 1 to b. അതായത് വൈയുടെ ലിമിറ്റ് 1 to b ആണ്. log b. ഇത് നമ്മൾ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുകയാണ്. അപ്പൊ ഇന്റഗ്രേഷൻ 1 to a 1/x ബ്രാക്കറ്റ് ഓപ്പൺ log b മൈനസ് log 1 dx. log 1 എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. log 1 എന്ന് പറയുന്നത് 0 ആണ്. അപ്പൊ നമുക്ക് അവിടെ നിന്നിട്ട് log b മാത്രമേ. അപ്പൊ ഇന്റഗ്രേഷൻ 1 to a 1/x into log b dx. ഇത് നമ്മൾ x വെച്ചിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാം. x എവിടെയുള്ളത്? 1/x ആണ്. log b എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. അപ്പോ 1/x ഇന്റഗ്രേഷൻ അതാണ് log x. അപ്പൊ log x അതിന്റെ എന്താണ്? 1 to a log b. ഇത് നമ്മൾ ലിമിറ്റ് കൊടുക്കുക. അപ്പൊ log a മൈനസ് log 1 ഇൻറ്റു log b. log a log തന്നെയാണ്. log 1 എന്ന് പറയുന്നതാണ് 0 ആണ്. log b. അപ്പോ log a മൈനസ് 0 എന്ന് പറഞ്ഞാൽ log a ആണ്. log a ഇൻറ്റു log b എന്ന് പറഞ്ഞാൽ log a
ഇൻറ്റു ലോഗ് ബി. ഇതാണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. അപ്പോ ഓപ്ഷൻ സി ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. ഇനി അടുത്തത് 16ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇവാലുവേറ്റ് ഇന്റഗ്രൽ π/2 to π ഇന്റഗ്രൽ 1 to 2 x sin x y dy dx. ഓപ്ഷൻ എ -1, ബി 0, സി 1, ഡി 2 ആണ് അല്ലെ. ഇവിടെ π/2 ഉം π ഒക്കെ ഉണ്ട്. അത് നിങ്ങൾ ഇപ്പൊ നോക്കണ്ട, നമുക്ക് നോക്കാം. അപ്പൊ എന്താണ്, ആദ്യം നമ്മൾ y വെച്ചിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുക. അപ്പൊ y എവിടെയുള്ളൂ? sin x y-നകത്ത് മാത്രമേ y ഉള്ളൂ. ഇവിടെ x ആണ്. അപ്പൊ ഇന്റഗ്രൽ π/2 to π x, അതേപോലെ തന്നെ sin x y ന്റെ ഇന്റഗ്രേഷൻ എന്താണ്? മൈനസ് കോസ് എക്സ് വൈ അല്ലെ. സൈൻ എക്സിന്റെ ഇന്റഗ്രേഷൻ മൈനസ് കോസ് എക്സ് ആണ്. പക്ഷെ ഇവിടെ എന്താണ്, ഇവിടെ y കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ സൈൻ എക്സ് വൈ ഇന്റഗ്രേറ്റ് ചെയ്താല് മൈനസ് കോസ് എക്സ് വൈ അല്ലെ, ഡിവൈഡഡ് ബൈ വൈനെ നമ്മൾ ഇവിടെ എന്താണ് എക്സ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? എക്സ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യണം. പിന്നത്തേക്കും 1 to 2 dx. ഈ എക്സ് എക്സ് എന്തായിപ്പോ കട്ടായിപ്പോ. ഇനി നമ്മള് ലിമിറ്റ് കൊടുക്കണം. അപ്പൊ മൈനസ് π/2 to π ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. പിന്നെ എന്താണ്, കോസ് വൈക്ക് 2 കൊടുക്കുമ്പോ 2x മൈനസ് വൈക്ക് 1 കൊടുക്കുമ്പോ കോസ് എക്സ് dx. ഇനി നമ്മള് എക്സ് വെച്ചിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പൊ മൈനസ് കോസ് എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്താല് സൈൻ എക്സ് ആണ്. കോസ് 2x ഇന്റഗ്രേറ്റ് ചെയ്താല് സൈന് 2x. എക്സിന്റെ അവിടെ 2 ഉള്ളതുകൊണ്ട് നമ്മൾ 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യും. മൈനസ് കോസ് എക്സിന്റെ എന്താണ്? സൈന് എക്സ്. ലിമിറ്റ് π/2 to π. ഇത് നമ്മൾ കൊടുക്കുകയാണ്. അപ്പോ മൈനസ് സൈന് 2 ഇൻറ്റു എക്സിന് π കൊടുക്കുമ്പോ സൈൻ 2π/2 മൈനസ് സൈന് π മൈനസ് അപ്പർ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇനി ലോവർ ലിമിറ്റ് മൈനസ് കിട്ടും സൈന് 2π/2 ഓൾ ഡിവൈഡ് ബൈ 2 മൈനസ് സൈന് എക്സിന് π/2 കൊടുത്തത് π/2 അല്ലെ. അപ്പോ 2 2 കട്ടായി പോയി. ഇവിടെ സൈൻ π. സൈൻ 2π π എന്ന് പറയുന്നത് 180 ആണ്. അപ്പൊ 2π എന്ന് പറയുന്നത് എത്രയാണ്? 360 ആണ്. അപ്പൊ സൈൻ 2π എന്ന് പറയുന്നത് എത്രയാണ്? 0 ആണ്. സൈന് π സൈൻ 180 എത്രയാണ്? 0 ആണ്. സൈന് π/2 π 180 ആണെങ്കിൽ സൈൻ 90 എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1 ആയിരിക്കും. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ മൈനസ് സൈൻ 2π/2 എന്ന് പറയുന്നതായിരിക്കും 2π 0 ആയതുകൊണ്ട് മൊത്തം 0 ആയി മാറി. സൈൻ π എന്ന് പറയുന്നത് അതും എന്തായിരിക്കും? 0 ആയിരിക്കും. മൈനസ് സൈൻ ഇവിടെ നിന്നാണ് 2 2 കട്ടായി പോയ ഒരു സൈൻ π മാത്രമേ ഉള്ളൂ, അതും എന്തായിരിക്കും? 0 ആയിരിക്കും. മൈനസ് സൈൻ π/2 എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. ഓക്കെ. അപ്പൊ ഇതൊക്കെ എന്തായി മാറി? 0 ആണ്. ഇവിടെ മൈനസ് ഉണ്ട്. ഈ ഒരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്ലസ് ആവും. ഈ ഒരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താവും? -1 ആവും. അപ്പൊ ഇതിന്റെ ഓപ്ഷൻ ആൻസർ -1 ആണ്. അപ്പോ ഓപ്ഷൻ എ ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. ഇനി അടുത്തത് 17ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ദ വോളിയം അണ്ടർ ദ സർഫേസ് z is equal to 3x³ plus 3x² y over the rectangle r -1 to 3 into 0 to 2 അല്ലെ. ഇവിടെ ഈ r ഇങ്ങനെ ബ്രാക്കറ്റിനെ തന്നിരിക്കുന്നത് എക്സിന്റെ ലിമിറ്റ് ആണ്. ഇതെന്താണ്? വൈയുടെ ലിമിറ്റ് ആണ്. x -1 to 3 y 0 to 2. ഇനി വോളിയം എന്ന് പറയുന്നത് എന്താണ്? x into y into z ആണ്. പക്ഷെ നമ്മളിവിടെ ഡബിൾ ഇന്റഗ്രേഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ വോളിയം കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ എഴുതുന്നതാണ് ഡബിൾ ഇന്റഗ്രേഷൻ z അതേപോലെ തന്നെ dx into dy എന്നാണ് എഴുതേണ്ടത്. ഓക്കെ. ഇനി നമ്മൾ ലിമിറ്റ് കൊടുക്കുകയാണ്. z ന് പകരം എന്തായിരിക്കും? 3x³ പ്ലസ് 3x² y into dx dy. എക്സിന്റെ ലിമിറ്റ് -1 to 3 വൈയുടെ ലിമിറ്റ് 0 to 2. ഇനി അത് നമ്മൾ എക്സ് വെച്ചിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാണ്. 0 to 2 3x⁴/4 പ്ലസ് 3x³ 3 y -1 to 3 dx. 3യും 3യും കട്ടായി പോയി. ഇത് നമ്മൾ എക്സിന് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുക. അപ്പോ 0 to 2 3/4
4 into 3 raised to 4 minus 1 raised to 4. 3 raised to 4 minus 1 raised to 4. Plus y into 3 cube minus 1 whole cube dx. അല്ലേ? അപ്പൊ നമുക്ക് ലിമിറ്റ് കിട്ടുക, ഇതിന്റെ ആൻസർ കിട്ടുക. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്റഗ്രേഷൻ 0 to 2 3/4 into 3 cube എന്ന് പറഞ്ഞാൽ എത്രയാണ്? 80. 3 raised to 4 എന്ന് പറഞ്ഞാൽ 81 minus 1 raised to 4. മൈനസ് 1ന്റെ പവർ 4 ആണെങ്കിൽ പ്ലസ് 1 ആയിരിക്കും. അപ്പൊ -1 പ്ലസ് y ഇൻറ്റു 3 ക്യൂബ് എന്ന് പറഞ്ഞാൽ 27 മൈനസ് അല്ലെ, ഇവിടെ ഒരു മൈനസ് ഉണ്ട്. -1 ക്യൂബ് എന്ന് പറഞ്ഞാൽ -1 തന്നെയാണ്. മൈനസും പ്ലസ് 1 ആവും ഇൻറ്റു dy. അപ്പൊ 81 മൈനസ് 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 80/4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 20 into 3 എന്ന് പറഞ്ഞാൽ 60. അപ്പൊ ഇന്റഗ്രേഷൻ ഓഫ് 0 to 2 60 പ്ലസ് 27 പ്ലസ് 1 ആണ് 28 y dy. ഇനി നമ്മൾ 16 y വെച്ചിട്ട് ഇന്റഗ്രേറ്റ് ചെയ്താൽ 60 y പ്ലസ് 28 y സ്ക്വയർ ബൈ 2 0 to 2 അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടും 14 അല്ലെ, 2 കട്ട് ചെയ്ത് 14. അപ്പോ 16 into 2 that is equal to 120 plus 14 into 2 square for 4. So that is equal to 120 plus 56 is equal to 176. ഇതായിരിക്കും ഇതിന്റെ ആൻസർ, ഓപ്ഷൻ